കേരളത്തിലെ ലക്ഷോപലക്ഷം ഉദ്യോഗാർത്ഥികളുടെ ആശ്രയവും പ്രതീക്ഷയും കഷ്ടപ്പെട്ടും ഉറക്കമൊഴിച്ചും പഠിച്ച് എങ്ങനെയെങ്കിലും PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള പെടാപ്പാട്. സ്ഥിരതയുള്ള ജോലി എന്ന സ്വപ്നങ്ങൾക്ക് മേൽ ഇടിത്തി പോലെ പതിക്കുകയാണ് PSCയിലെ ക്രമക്കേട്, വിവാദങ്ങളും വിവരങ്ങളുമൊക്കെ. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട്, നിയമനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ, പക്ഷപാതിത്വം. PSC ചെയർമാനും അംഗങ്ങളും വരെ സംശയ നിഴലിലാണ്. കനത്ത ശമ്പളം വാങ്ങി അഴിമതി നടത്തുന്നവരാണോ തലപ്പത്ത് ഇരിക്കുന്നത്? കഴിഞ്ഞ 10 വർഷത്തെ നിയമനങ്ങളിൽ എവിടെയൊക്കെ അഴിമതികളും പാളിച്ചകളും ഉണ്ടായി? പുതിയ സർക്കാരിന് ഇതിൽ നടപടിയെടുക്കാനാകുമോ? PSC സംവിധാനം പൊളിച്ചു പണിയണോ എന്ന് നമ്മൾ ജനങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. PSCയിൽ ഗുരുതര ക്രമക്കേടുകൾ നടക്കുന്നു എന്ന ആക്ഷേപമാണ് സമീപകാലത്ത് ഉയർന്നു വന്നിരിക്കുന്നത്. PSC പൊളിച്ചു പണിയേണ്ടത് അനിവാര്യതയാണോ? ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? പരിശോധിക്കാം. ക്രമക്കേടെന്ന് പറയുമ്പം പഠിച്ച് കഷ്ടപ്പെട്ട് വരുന്ന ഉദ്യോഗാർത്ഥി ജോലി മേടിക്കാനുള്ളവർക്ക് എന്തായാലും ജോലി കിട്ടിയേ പറ്റുള്ളൂ. അല്ല, നിയമപരമായി അല്ലാതെ ആരെങ്കിലും അങ്ങനെ ജോലിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴുള്ള യുവതലമുറയോട് ചെയ്യുന്ന വളരെ അനീതിയാണ്. ഭരണഘടനാപരമായ ഒരു സ്ഥാപനമാണത്. അത് വിദ്യാർത്ഥികൾക്ക്, അതായത് ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമുള്ള ജോലി നൽകുക എന്നുള്ളതാണ് ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. അത് മെറിറ്റ് നോക്കി തന്നെ കൊടുക്കണമെന്നുള്ളതാണ്. അതിനകത്ത് എന്തെങ്കിലും അഴിമതി കാണിക്കാൻ പാടില്ല. പരീക്ഷ അല്ലെങ്കിൽ ഇതിന് പിൻവാതിൽ നിയമനങ്ങൾ മാറുക, അതാണ് എൻ്റെ അഭിപ്രായം. അവകാശികൾക്ക് പരീക്ഷ എഴുതി പാസ്സാവുന്നവർക്ക് ജോലി കിട്ടത്തക്ക ഒരു സംവിധാനം. ഇതിൽ ചെയ്യേണ്ടത് ഇൻഡിവിജ്വലായിട്ട് ഓരോ പരീക്ഷ നടത്തുക. ഏതാണോ സബ്ജക്റ്റ്, ആ പരീക്ഷ 4-5 പേർക്ക് ഉള്ള തസ്തികൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പിംഗ് പരീക്ഷ എന്ന് പറയുന്നത് ഒരു ഉദ്യോഗാർത്ഥികളുടെ അവസരം നിഷേധിക്കുന്നതോടെയാണ്. PSC നേരത്തെ ഒരു വിശ്വാസത ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ PSC വഴി ജോലി കിട്ടിയ ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ PSCയുടെ അടുത്ത തലമുറ നോക്കുമ്പോൾ PSC ഒരു വിശ്വാസത കാണുന്നില്ല. ഒരുപാട് ക്രമക്കേടുകൾ കാണുന്നുണ്ട്. 1ാം റാങ്കുകാർക്ക് പോലും ജോലി കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് PSCയെ സംബന്ധിച്ചുള്ള പഴയ വിശ്വാസത ഇപ്പോൾ ഇല്ല. അത് വീണ്ടെടുക്കണം എത്രയും പെട്ടെന്ന്. ഇപ്പോൾ പുതിയ പാർട്ടി കയറിയൊന്നുമില്ലേ, ഇനിയിപ്പം മാറുമായിരിക്കും. മാറി വരുമെന്ന് വിചാരിക്കുന്നു. എല്ലാം ഒരു പ്രതീക്ഷയല്ലേ. അത് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല. ഇത് ഇപ്പോഴേ ഈ വെട്ടിപ്പും തട്ടിപ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ PSCയിൽ ഇങ്ങനെ ഭയങ്കര അഴിമതിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമ്പ്രദായം ഇവിടെ മാറ്റിയെടുക്കണം. അത് ഏത് ഗവൺമെൻറ് വന്നാലും അത് നടക്കുന്നില്ല. പഠിച്ചതിനുള്ള ഫലം എല്ലാവർക്കും കിട്ടണമെന്നുള്ള, പിന്നെ കുറേ സമയത്ത് എഴുതുന്നവരുണ്ടല്ലോ, ഒരുപാട് തവണ എഴുതുന്നവരുണ്ടല്ലോ. സോ അതിന് ക്രമക്കേട് വരാൻ പാടില്ല. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് എഴുതുന്നില്ലേ, അപ്പം അതുപോലെ തന്നെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളത് പാടില്ല. അത്യാവശ്യം നല്ലതായിട്ട് ലിബറലായിട്ട് നടക്കണമല്ലോ. ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിലൊരിത് നടത്തുക എന്ന് പറയുമ്പം അത് അവരുടെ കഷ്ടപ്പാടിനെ മാനിക്കാതെ നടത്തുന്നതല്ലേ. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പഠിക്കുന്ന ഒത്തിരി പിള്ളേർ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് കുറേ പഠിച്ച് ലിസ്റ്റിൽ വന്നിട്ടും ചിലവർക്ക് കിട്ടാതെയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അവരെയും കൂടെ മുൻനിർത്തിയിട്ട് അവർക്കും കൂടെ വേക്കൻസി അനുവദിക്കണമെന്നാണ് അഭിപ്രായം. പാടില്ല. അതായത് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നവർക്ക് അവർക്ക് അവരുടേതായ നേട്ടങ്ങൾ ലഭിക്കണം. മാറ്റം വേണം. എങ്ങനെ വേണമെന്നറിയില്ല. പക്ഷേ PSC സുതാര്യമായിരിക്കണമെന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ല. ക്യാമറമാൻ ശ്രീകുമാറിനോടൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.